നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, കോടതിയിൽ ജാമ്യം നൽകാമെന്ന വാക്കാൽ പരാമർശമാണോ കോടതി ഇന്ന് നടത്തിയത്? ഉത്തരവ് 3:30 അതാണോ ഇപ്പോൾ അവശേഷിക്കുന്ന സാഹചര്യം? ജാമ്യം നൽകുമെന്ന സൂചന തന്നെയാണ് കോടതി വാക്കാൽ നൽകിയിട്ടുള്ളത്. 3:30-ക്കാണ് വിശദമായിട്ടുള്ള ഉത്തരവ് വരിക. അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. 3:30-ക്ക് ഉത്തരവ് അപ്ലോഡ് ചെയ്യുമെന്നും ഓപ്പൺ കോടതിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ജാമ്യം നൽകുമ്പോൾ ഉണ്ടാകുന്ന ഉപാധികൾ എന്തെല്ലാമാണ് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ആ ഓർഡറിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനായിട്ടുള്ള പി രാമൻപിള്ള തന്റെ പാസ്പോർട്ട് നിലവിൽ പോലീസ് സീസ് ചെയ്തിരിക്കുകയാണ് എന്ന കാര്യം കൂടി കോടതിയെ ബോധിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ശക്തമായ ഒരു മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീ അധിക്ഷേപം നടത്തുന്നവർക്ക് ശക്തമായ ഒരു സന്ദേശം ഈ അറസ്റ്റ് കൊണ്ട്, ഈ കേസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിയും വാക്കാൽ പരാമർശിച്ചു. ലൈംഗിക ചുവയുള്ള ഭാഷയാണ് ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. എല്ലാ പരിപാടികളിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉള്ള നിരവധിയായ ദൃശ്യങ്ങൾ കോടതിയെയും എതിർഭാഗത്തെയും രാമൻപിള്ള, അഭിഭാഷകനായ രാമൻപിള്ളയെയും പ്രോസിക്യൂഷൻ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് നിലവിൽ ഒരു നല്ല സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്ന് കോടതി സൂചിപ്പിച്ചു. 6 ദിവസം ജയിലിൽ കിടന്നില്ലേ എന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. ഹണി റോസിനെതിരെ നടത്തിയത് ലൈംഗിക അധിക്ഷേപം തന്നെയാണ് എന്നാണ് സർക്കാരിന്റെ വാദം. ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറും ഈ കാര്യം ആവർത്തിച്ചു. ദ്വയാർത്ഥ പ്രയോഗം ഇല്ലെന്ന് പറയാനാകില്ലെന്നും കോടതി ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം പറഞ്ഞു. എല്ലാവരുടെയും വക്കാലത്ത് ഏറ്റെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര താല്പര്യം, ബോബി ചെമ്മണ്ണൂരിന് എന്താണ് താല്പര്യമെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. തെക്ക് മുതൽ വടക്ക് മുതൽ തെക്ക് വരെ ഓടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ ഉണ്ടല്ലോ എന്നും ആജ്ഞ രവീന്ദ്രൻ, സി എം പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. ആജ്ഞയിലേക്ക് പോകുമ്പോൾ കോടതി സി എൻ പ്രകാശ് തുടരുന്നുണ്ട്. സി എൻ പ്രകാശ്, ഈ കോടതി തന്നെ നിരീക്ഷിക്കുന്നു 6 ദിവസം ജയിൽ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇത്തരം പരാമർശങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് ബോബി ചെമ്മണ്ണൂർ കേസ് ഒരു മാതൃകയാവട്ടെ എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഇനി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാവരുത് എന്ന് വാക്കാൽ പരാമർശങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഉറപ്പ് നൽകി. എന്നാൽ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയില്ല എന്ന കണ്ടീഷൻ റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, സോഷ്യൽ മീഡിയ കൊണ്ടാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയത്. കുന്തി ദേവി എന്ന ദയാർത്ഥത്തിൽ ഉള്ള പ്രയോഗമല്ല എന്നും രാമൻപിള്ള വാദിച്ചു. അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു. പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അവമാനിക്കുന്നുണ്ട് എന്നാണ് കോടതി ഈ പ്രോസിക്യൂഷനും നിലപാടെടുത്തത്. ഹണി റോസിന് അസാമാന്യമായ മികവൊന്നുമില്ല എന്ന് ജാമ്യാപേക്ഷയിലെ പരാമർശത്തെ കോടതി വിമർശിച്ചു. പരാമർശം പിൻവലിക്കുന്നു എന്ന് അഭിഭാഷകൻ ആ ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ആർക്കെതിരെയും എന്തും സമൂഹ മാധ്യമത്തിൽ എഴുതാം എന്ന അവസ്ഥ ഉണ്ട് എന്നും പ്രോസിക്യൂഷൻ ഈ കേസിന്റെ ഭാഗമായി വാദിച്ചു. ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. സോഷ്യൽ മീഡിയ ബോബി ഇനി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് രാമൻപിള്ള നൽകിയിട്ടുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും കോടതി ജാമ്യമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 3:30 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങും.